ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്. അതായത് ഒത്തിരി വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ട് ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് തൽക്കാലം അവിടെ തന്നെ ചെയ്യാതെ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ ചെയ്തിട്ട് വിജയിച്ച ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഓൺലൈനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് തുടങ്ങാൻ എനിക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആയി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൂടാതെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ്, നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യണേ. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി ആൾക്കാർ ഓൺലൈനിലൂടെ ബിസിനസ് തുടങ്ങുന്നുണ്ട്. കാരണം എന്താ, ഷോപ്പൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ എക്സ്പെൻസ് ആവും. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടുമിക്ക പേരും തുടങ്ങുന്നത് ഡ്രസ്സാണ്, അല്ലെങ്കിൽ ജ്വല്ലറി. ഏറ്റവും കൂടുതൽ ഡ്രസ്സാണ് കേട്ടോ വരുന്നത്. കാരണം എന്താ, ഒത്തിരി ആൾക്കാർ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒക്കേഷൻ അല്ലാതെ തന്നെ നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കൂല. ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഏത് സമയത്തും ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്, ഒരു ബിസിനസ്സാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയണത്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓൺലൈനായിട്ട്? ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെറിയ രീതിയിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം വേണമെങ്കിൽ റീസെല് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് റീസെല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മീഷോയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏതൊക്കെ ടൈപ്പാണ് ഡ്രസ്സ് വേണ്ടേ, അതുപോലെ ഏതിനാണ് കൂടുതൽ ഡിമാൻഡ് എന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടും. അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് പോയി എടുത്തത് വെസ്റ്റേൺ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ വെസ്റ്റേൺ ഐറ്റംസ് എടുത്തപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയത് കുറവായിരുന്നു. കാരണം എൻ്റെ കസ്റ്റമേഴ്സിന് കൂടുതൽ വേണ്ടുന്നത് കുർത്തി, ആ ഒരു ടൈപ്പായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഒത്തിരി ബൾക്കായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാതെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും വിറ്റ് പോകുമ്പോൾ ഏതിനാണ് കൂടുതൽ ഡിമാൻഡ്, ഏതിനാണ് കൂടുതൽ ആവശ്യക്കാരെന്ന്. അപ്പോൾ അതിലേക്ക് മെല്ലെ ഫോക്കസ് ചെയ്യുക. നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടമല്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്ക് പറ്റിയുള്ള ഏറ്റവും വലിയ അബദ്ധമാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തു എന്നുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എത്രയാണ് ഇതിൽ മുതൽ മുടക്കേണ്ടത്? അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന എമൗണ്ട് 10,000 രൂപയായിരുന്നു. 10,000 രൂപയ്ക്കായിരുന്നു ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10,000 തന്നെ വാങ്ങിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 30,000 രൂപയ്ക്ക് മാത്രം പർച്ചേസ് ചെയ്യണം, മിനിമം പർച്ചേസ്, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ വേണോ നമുക്ക് ചെയ്യാം. അതല്ല, നമുക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ട് സിംഗിളായിട്ട് തരും. നമ്മൾ തന്നെ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ സിംഗിൾ സെറ്റായിട്ടും കൊടുക്കുന്നുണ്ട്, അതായത് ഒരു സെറ്റ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ആദ്യം കുറച്ച് പീസസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എത്ര ലാഭം കിട്ടുമെന്ന് ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ലാഭം എന്ന് പറയുമ്പോൾ ഓരോരോ ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത് ചീപ്പ് റേറ്റിനായിരുന്നു, അതായത് ഒരു 200 റേറ്റിനായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊക്കെ ഒരു 450 ആ റേഞ്ചിൽ വിൽക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് തന്നെ 250 രൂപയൊക്കെ ലാഭം കിട്ടും കേട്ടോ. പക്ഷെ ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആദ്യം ബിസിനസ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ വലിയ ലാഭത്തിനൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് മാത്രം ആഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വില കുറവിൽ കൊടുക്കാം. എങ്ങനെയുണ്ട് എന്നൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സ് വരണമല്ലോ. കാരണം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രസ്സിങ് പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട്, അടുത്ത പർച്ചേസിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രസ്സ് തുടങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്യാം. അതായത് ചെറിയ ബഡ്ജറ്റിൽ ആദ്യം നിങ്ങൾ തുടങ്ങുക, എന്നിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പൊക്കെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നമ്മൾ അറിയാവുന്നവരും നമ്മുടെ ഫാമിലിയൊക്കെ കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കും. പക്ഷേ അവർ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും, ഒരിക്കലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണം.
അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെയാണോ ഒത്തിരി ബിസിനസ് നടക്കുന്നത്, ഒത്തിരി സെയിൽ നടക്കുന്നത്. കാരണം എന്താ, എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിൽ സക്സസ് ആവും. അത്രയും അടിപൊളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയണത്. അപ്പോൾ ഞാനും സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. 999 ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ബിസിനസ് നോക്കാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സെറ്റായിട്ടാണ് കേട്ടോ, ഒരു സെറ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്.